ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ പ്രൊമോയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് മോർണിംഗ് ടാസ്കിൽ ഇവർക്ക് ഒരു വലിയ ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ വലിയ ടാസ്ക് എന്താണെന്നല്ലേ നമുക്ക് പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചിട്ട് അവർക്ക് ഇരട്ടപ്പേര് നൽകാനാണ് ബിഗ് ബോസ് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നിർദ്ദേശിച്ച സമയത്ത് രേണുസുധിയുടെയും അക്ബറിൻ്റെയും ഊഴം വന്നു. അങ്ങനെ അക്ബർ രേണുസുധിക്ക് നിർദ്ദേശിച്ച പേര് എല്ലാവർക്കും വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരട്ടപ്പേരാണ് കേട്ടോ നൽകേണ്ടത്. ആ ഇരട്ടപ്പേരായിട്ട് അക്ബർ രേണുസുധിക്ക് ഇട്ട പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. എന്തായാലും ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് കേട്ടോ അക്ബർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രേണുസുധിയോട്. സെപ്റ്റിക് ടാങ്കിനോട് ഉപമിക്കുമ്പോൾ അതിനേക്കാൾ ഒരു ചീത്ത സംഭവമൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല. എന്തിനാണ് ഇത്രയധികം ആ സ്ത്രീയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്? എന്തായാലും രേണുസുധിക്ക് നല്ല വിഷമമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. കരയാതെ ആ സ്ത്രീ പിടിച്ചു നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരോട് അവർ വിഷമങ്ങളും പറയുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനും ഇത് വളരെയധികം വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ കഴിയുന്നത്. അക്ബർ എന്ന കലാകാരൻ എല്ലാ പ്രേക്ഷകരുടെയും പ്രിയം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു നല്ല സിംഗർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത് വന്നപ്പോൾ അതെന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നതാണ്. രേണുസുധിക്കും നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് വിഷമമായിട്ടുണ്ട്. ഇത് എന്തായാലും ബിഗ് ബോസിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും. ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് നല്ലൊരു ശക്തനായ പോരാളിയാണ് അക്ബർ. അത് ഇനി ഈ ഒരു വാക്കിലൂടെ പുറത്തു പോകേണ്ടി വരുമോ? എന്തായാലും ഇന്ന് ബിഗ് ബോസ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്.